റേഷൻ കടകളിൽ കൃത്യസമയത്ത് സ്റ്റോക്ക് എത്താതെ ഇരുന്നതിനാൽ സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം അമ്പയെ പാളിയിരിക്കുകയാണ്. മഞ്ഞക്കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യേണ്ട കിറ്റുകളാണ് സർക്കാർ അനാസ്ഥയിൽ മുടങ്ങിയത്. 10 മുതൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപനം വിശ്വസിച്ച് കടകളിലെത്തിയ ജനങ്ങൾ വെറും കൈയോടെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് വിതരണത്തിനാകെ 6,09,305 ഓണക്കിറ്റുകൾ വേണ്ടെടുത്ത് വെള്ളിയാഴ്ച വരെ റേഷൻ കടകളിലേക്ക് എത്തിയത് കേവലം 7,000-ഓളം കിറ്റുകൾ മാത്രമാണ്. കിറ്റ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയാണ് അനുവദിച്ചത്. വിലക്കയറ്റത്തിന് തടയിടുമെന്ന് കൊട്ടി ആഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ അരിയും പലയിടത്തും വിതരണം തുടങ്ങിയിട്ടില്ല. മലപ്പുറത്തും കോഴിക്കോടും വിതരണം തുടങ്ങാനായിട്ടില്ലെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് തന്നെ സമ്മതിക്കുന്നത്. ഓണക്കിറ്റ് എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ പരിശോധിക്കുമെന്ന് സ്പെഷ്യൽ അരി കോഴിക്കോടും മലപ്പുറത്തും വിതരണം ചെയ്യാനുണ്ടെന്നും ഉടൻ വിതരണം ആരംഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇനി ഓണം ഈ അടുത്ത ആഴ്ചയോടുകൂടി 1-ാം ഓണം 2-ാം ഓണം തുടങ്ങുകയാണ്. ഇനി ഓണം കഴിഞ്ഞതിന് ശേഷം ഇനി കിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യവുമില്ല. അത് സർക്കാരിന് വലിയൊരു നാണക്കേട് തന്നെ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പിങ്ക് കാർഡിന് 3 കിലോ അരിയും നീല വെള്ള കാർഡുകൾക്ക് 10 കിലോ സ്പെഷ്യൽ അരിയും കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ മഴ കരുതി രൂക്ഷമായിരുന്ന വടക്കൻ ജില്ലകളിൽ പോലും കൃത്യമായി കിറ്റ് വിതരണം നടത്താനായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന് എത്തിയിട്ടില്ല. ഈ മാസം 10 മുതൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച കിറ്റിന്റെ അവസ്ഥയും പരിതാപകരമാണ്. സ്പെഷ്യൽ അരി എന്ന് എത്തുമെന്ന് സംബന്ധിച്ച് ചോദിച്ചാൽ സപ്ലൈകോ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മറുപടി ഇല്ലെന്നാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. സ്പെഷ്യൽ അരി ചോദിച്ചെത്തുന്ന വ്യാപാരികളോട് മറുപടി പറഞ്ഞു മടുത്തുവെന്നും റേഷൻ വ്യാപാരികൾ റേഷൻ കാർഡ് ഉടമകളോട് മറുപടി പറഞ്ഞു മടുത്തുവെന്നൊക്കെ ഒരു തൃപ്തികരമാകാത്ത ഒരു മറുപടിയൊക്കെയാണ് പറയേണ്ടി വരുന്നതും അതോടൊപ്പം തന്നെ അത് വാക്ക് തർക്കവും കയ്യങ്കാളിയും പതിവാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടകളിലേക്ക് എത്തുന്ന പൊതുജനങ്ങളോട് എന്ത് മറുപടി പറയുമെന്ന് പോലും കട ഉടമകൾക്കോ അല്ലെങ്കിൽ റേഷൻ ഉടമകൾക്കോ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സപ്ലൈകോ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നല്ലാതെ അവരും ഒരു കൃത്യമായ മറുപടി നൽകുന്നില്ല. സ്പെഷ്യൽ അരി എന്ന് മുതൽ വിതരണം തുടങ്ങുമെന്ന് കൃത്യമായി അറിയിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്ക് ഇല്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകുന്നതെന്നാണ് ജില്ലാ റേഷനിംഗ് ഓഫീസർ പറയുന്നത്. ഗോഡൌണുകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്നും അടുത്ത പ്രവൃത്തി ദിവസം വിതരണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. മഞ്ഞ കാർഡുകൾക്കുള്ള ഓണക്കിറ്റ് സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചില്ലെന്നും അധികൃതർ പറയുന്നുണ്ട്. ജില്ലയിൽ 38,417 മഞ്ഞ കാർഡുകളാണ് ഉള്ളത്. കൂടാതെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള അന്തേവാസികൾക്ക് 4 പേർക്ക് ഒരു കിറ്റ് വീതമാണ് അനുവദിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റു പല ജില്ലകളിലും ഓണം അതായത് സൗജന്യ ഓണക്കിറ്റ് വിതരണവും മുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ സപ്ലൈകോയിൽ എത്താത്തതാണ് പാക്കിങ്ങിന് ഒരു തടസ്സമായി മാറുന്നത്. ഈ മാസം 5 മുതൽ കിറ്റുകൾ റേഷൻ കടയിൽ എത്തിക്കുമെന്നും 10 മുതൽ വിതരണം ചെയ്യുമെന്നാണ് നിർദ്ദേശം. അരി, പയർ, ഉഴുന്നുപരിപ്പ്, തൂവരിപ്പരിപ്പ്, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര, ശബരി തേയില തുടങ്ങി 16 ഇനം സാധനങ്ങളാണ് ഇപ്പോൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.